Dear students, welcome to Bot Booster series. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ സെറ്റുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഉണ്ട്. അതിലൊന്ന് ഇന്റർവെൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും പിന്നെ വെൻ ഡയഗ്രംസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും പിന്നെ ഓപ്പറേഷൻസ് ഓൺ സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമാണ് നമുക്ക് പെൻഡിങ് ആയിട്ട് നമുക്ക് ഡിസ്കഷൻ ചെയ്യാനായിട്ട് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇന്റർവെൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. യെസ്, രണ്ട് ടൈപ്പ് ഇന്റർവെൽസുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ ഒന്ന് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയും, രണ്ടാമത്തത് ക്ലോസ്ഡ് ഇന്റർവെൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം ബ്രാക്കറ്റ്സുകൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. യെസ്, ഇത് ഓപ്പൺ ഇന്റർവെൽ എന്നാണ് പറയുന്നത്. ഓപ്പൺ ഇന്റർവെൽ. ഇതെന്താണ്? ക്ലോസ്ഡ് ഇന്റർവെൽ. യെസ്, ഇനി നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ കേസസുകൾ നമ്മൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഓപ്പൺ ഇന്റർവെല്ലിൽ 3,5 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് 3 എന്ന് പറയുന്ന നമ്പറും 5 എന്ന് പറയുന്ന നമ്പറും എക്സ്ക്ലൂഡഡ് ആണ്, ഉൾപ്പെടുന്നില്ല. ബിറ്റ്വീൻ 3 and 5 എല്ലാ റിയൽ നമ്പേഴ്സുകളും അതിൽ ഇൻക്ലൂഡഡുമാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇനി ക്ലോസ്ഡ് ഇന്റർവെൽ 3,5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റിയൽ നമ്പർ സിസ്റ്റത്തിലെ 3ക്കും 5നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സുകളും ആൻഡ് ഓൾസോ 3 and 5 ആർ ഇൻക്ലൂഡഡ്. ദാറ്റ് ഈസ് വൈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഓപ്പൺ ബ്രാക്കറ്റിൽ 3, ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? 3നും 5നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സുകളും വരുന്നുണ്ടായിരിക്കും. 3 ഇൻക്ലൂഡഡ് അല്ല, 5 ഇൻക്ലൂഡഡ് ആണ്. സോ 3 ഉണ്ടായിരിക്കില്ല, 3ക്ക് ശേഷം 5 വരെയുള്ള എല്ലാ റിയൽ നമ്പറും 5ഉം ഈ ഇന്റർവെൽ പ്രകാരം ഉൾപ്പെടുന്നുണ്ടായിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലോ, ക്ലോസ്ഡ് ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ 3, ഓപ്പൺ ഇന്റർവെൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all the numbers between 3 and 5 are included, plus 3 is also included, but 5 is excluded. അതാണ് 5ന്റെ അവിടെ എന്താ നമ്മൾ എഴുതിയിരിക്കുന്നത്? ഓപ്പൺ ഇന്റർവെല്ലിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ 3 മുതൽ 5 വരെയുള്ള എല്ലാ റിയൽ നമ്പറുകളും ഉൾപ്പെടുന്നുണ്ട്. 5 ഇൻക്ലൂഡഡ് ആണോ? അല്ല, 3 ഇൻക്ലൂഡഡ് ആണ്. അതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അതാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു നമ്പർ ലൈൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എ ടു ബി, ബിറ്റ്വീൻ എ കോമ ബിയിലുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ആണ്. പിന്നെ എയും ബിയും ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി അല്ലേ. ഇനി ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന നമ്പറും ബി എന്ന് പറയുന്ന നമ്പറും ഇൻക്ലൂഡഡ് അല്ലേ അല്ലെ. അതാണ് ഇവിടെ ഡാർക്ക് സർക്കിൾ നമ്മൾ വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ എന്താണ്? ഡാർക്ക് സർക്കിൾ നമ്മൾ വരച്ചിരിക്കുന്നത്. ഇവിടെ രണ്ടും ഓപ്പൺ സർക്കിൾ ആണ് വരച്ചത് അല്ലേ. ഓപ്പൺ സർക്കിൾ മീൻസ് എ ആൻഡ് ബി ആർ നോട്ട് ഇൻക്ലൂഡഡ്, ബട്ട് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആർ ഇൻക്ലൂഡഡ്. ക്ലിയർ? ഇനി ഓപ്പൺ ഇന്റർവെൽ ബി ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ അല്ലേ. ഇപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് ഇൻക്ലൂഡഡ് ആൻഡ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് എ ആൻഡ് ബി ആർ ഇൻക്ലൂഡഡ്, ബട്ട് ബി ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പൺ സർക്കിൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നോക്കൂ, ഓപ്പൺ ഇന്റർവെൽ എ കോമ ക്ലോസ്ഡ് ഇന്റർവെൽ ബി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് അല്ല. അതാണ് ഓപ്പൺ ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ബി നമ്മൾ എന്താണ്? ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിൾ, ഡാർക്ക് സർക്കിളാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ബി ഈസ് ഇൻക്ലൂഡഡ്, എ ഈസ് എക്സ്ക്ലൂഡഡ്. എ ഇൻക്ലൂഡ് അല്ല, ബി അവിടെ എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റർവെൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് സച്ച് ദാറ്റ് അല്ലെ എക്സ് ബിലോങ്സ് ടു ആർ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് എക്സിന്റെ വാല്യൂസ് വരുന്നത്. -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. എന്താ ഉദ്ദേശിക്കുന്നത്? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -4നും 6നും ഇടയിലാണ്. 6 ഇൻക്ലൂഡഡ് ആണ്. അതാണ് എന്ത്? ലെസ് ദാന്റെ അടിയിൽ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പൽ വന്നിരിക്കുന്നത്. സോ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 മീൻസ് ഓപ്പൺ ഇന്റർവെൽ -4, ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്.
അതായത് നമ്മുടെ നാലാമത് പറഞ്ഞ കേസാണ് അവിടെ വരുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം ജനറലി വരുന്നത് എങ്ങനെയാണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു ബി. ഇതാണ് എന്ത്? ഈ ഇന്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അതായത് എ ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് ബി എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു ബി എന്ന് പറഞ്ഞ അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. x such that x belongs to R minus 12 less than x less than minus 10. So xന്റെ വാല്യൂ എന്ന് പറയുന്നത് -12നും -10നും ഇടയിലാണ്. രണ്ട് നമ്പേഴ്സും ഇൻക്ലൂഡഡ് അല്ല അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ കൊടുക്കുക? -12, -10 both are represented in open interval. Both are represented in open interval. അപ്പോൾ ഏത് കേസാണ് വരുന്നുണ്ടായിരിക്കുക? ഫസ്റ്റ് കേസാണ് വരുന്നുണ്ടായിരിക്കുക അല്ലേ. അതിനർത്ഥം എയും ബിയും ഇൻക്ലൂഡഡ് അല്ല, അതാണ് ഓപ്പൺ സർക്കിൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ജനറൽ ആയിട്ട് സെറ്റ് ബിൽഡർ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇതാണ് ഓപ്പൺ ഇന്റർവൽ എ കോമ ബിയുടെ ജനറൽ ആയിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോം. ഇനി മൂന്നാമത്തെ കേസ് എന്താണ്? 0 ഇൻക്ലൂഡഡ് ആണ് അല്ലെ, 7 ഇൻക്ലൂഡഡ് അല്ല. അതാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7 എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ 0 കൊടുക്കാം. 7 എന്താണ്? ഓപ്പൺ ഇന്റർവെല്ലിൽ മെൻഷൻ ചെയ്യാം അല്ലെ. അപ്പൊ ഇത് ഏത് കേസ് ആയിട്ട് വരും? യെസ്, ദ തേർഡ് കേസ്. അപ്പൊ ഇവിടെ എ കണ്ട ഇൻക്ലൂഡ് ആണ്, അപ്പൊ ഡാർക്ക് സർക്കിൾ കൊടുത്തിരിക്കുന്നത്. ബി എന്തല്ല? ഇൻക്ലൂഡഡ് അല്ല. ഇൻക്ലൂഡ് ആകുമ്പോഴാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോം എന്താ വരിക? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. യെസ്. ഇനി നാലാമത്തെ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ 3 ഇൻക്ലൂഡഡ് ആണ്, 4ഉം ഇൻക്ലൂഡഡ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരുന്നുണ്ടായിരിക്കുക? ക്ലോസ്ഡ് ഇന്റർവെൽ 3, 4 both are included and between the numbers 3ക്കും 4നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പറും ഇൻക്ലൂഡഡ് ആണ്. 3ഉം 4ഉം ഇൻക്ലൂഡഡ് ആണ്. സോ ദ ഫസ്റ്റ് കേസ് അല്ലേ. അപ്പൊ സെക്കൻഡ് കേസ് വരും. സെക്കൻഡ് കേസ് വരുമ്പോൾ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു ബി ആൻഡ് എക്സ് ഷുഡ് ബി ബിലോങ്സ് ടു ആർ. ക്ലിയർ അല്ലേ? എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? റിയൽ നമ്പർ ആയിരിക്കണം. ഇതാണ് ഇന്റർവെൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓപ്പൺ ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ. ക്ലോസ്ഡ് മീൻസ് ആ നമ്പർ ഇൻക്ലൂഡഡ് ആണ്, ഓപ്പണിൽ ആ നമ്പർ എന്താവുന്നില്ല? ഇൻക്ലൂഡഡ് ആകുന്നില്ല. യെസ്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. യെസ്, റൈറ്റ് ദ ഫോളോവിങ്. റൈറ്റ് ദ ഫോളോവിങ് ഇന്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. താഴെ തന്നിരിക്കുന്ന ഇന്റർവെൽസുകളെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നത് ഇന്റർവെൽ ഫോമിൽ, റോസ്റ്റർ ഫോം അല്ല, ഇന്റർവെൽ ഫോമിൽ നമ്മൾ എഴുതിയിരുന്നു അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ ഇന്റർവെൽ ഫോം തന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുകയാണ്? അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ -3, 0 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ക്ലിയർ? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, റിയൽ നമ്പേഴ്സിൽ എല്ലാം ഉൾപ്പെടും. ബിറ്റ്വീൻ -3 and 0. -3, 0 ഇൻക്ലൂഡ് ആണോ? അല്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ 6, 12. സോ എങ്ങനെ എഴുതും സെറ്റ് ബിൽഡർ ഫോമില്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു 12. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഓപ്പൺ ഇന്റർവെൽ നമുക്ക് തന്നിരിക്കുന്നത് 6, ക്ലോസ്ഡ് ഇന്റർവെല്ലാണ് നമുക്ക് തന്നിരിക്കുന്നത് 12 അല്ലേ. സോ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ 6 ലെസ് ദാൻ എക്സ് less than or equals to 12. Clear? And the fourth question is closed interval -23, 5. 5 open ലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ എക്സ് സച്ച് ദാറ്റ് എങ്ങനെ എഴുതാം? എക്സ് ബിലോങ്സ് ടു ആർ
comma minus 23 less than or equal to x less than 5. Clear? കാരണം പക്ഷേ -23 ഇവിടെ എന്താണ് ക്ലോസ്ഡ് ഇന്റർവെല്ലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, 5ന്റെ ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ എക്സ് സച്ച് ദാറ്റ് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -23 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. ടോപ്പിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തേക്ക് മൂവ് ചെയ്യാലോ. യെസ്, അടുത്ത ടോപ്പിക്കാണ് എന്താണ് യൂണിവേഴ്സൽ സെറ്റ്. അടുത്ത ടോപ്പിക്കിന് നമ്മൾ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സൂപ്പർ സെറ്റ് ഓഫ് ആൾ ഓഫ് ദി ഗിവൺ സെറ്റ് എന്ന് പറയാം. തന്നിരിക്കുന്ന സെറ്റുകളുടെയൊക്കെ സൂപ്പർ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുക. നമ്മൾ നമ്പർ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ പഠിക്കുന്നുണ്ട്, അതിൽ റേഷണൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ഇതിന്റെ സൂപ്പർ സെറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നുണ്ടായിരിക്കുക, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ. റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളായിട്ട് വരുന്നതല്ലേ നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, റേഷൻ നമ്പർ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പൊ തന്നിരിക്കുന്ന സെറ്റുകളുടെ ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്, ആ തന്നിരിക്കുന്ന കേസസ് എന്താ നമ്മൾ നോക്കി നോക്കുക. അത് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എന്താന്ന് പറയാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സെറ്റ് ഓഫ് ദി റേഷണൽ നമ്പേഴ്സ്, ഇറേഷണൽ നമ്പേഴ്സ്, ഇന്റീജേഴ്സ്, ഹോൾ നമ്പേഴ്സ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എക്സെട്ര. അപ്പൊ ഇതിന്റെ ഒക്കെ സൂപ്പർ സെറ്റ് നമുക്ക് എന്താന്ന് പറയാം, റിയൽ നമ്പർ ആണെന്ന് പറയാം. ആ സൂപ്പർ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. അത്ര മാത്രമേ അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് വരുന്നുള്ളൂ. സോ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് ആൾ ഓഫ് ദി ഗിവൺ സെറ്റ് ആൻഡ് ദ ആൾ സെറ്റ്സ് ആർ ദ സബ്സെറ്റ് ഓഫ് ദി യൂണിവേഴ്സൽ സെറ്റ്. ശരിയല്ലേ, റേഷൻ നമ്പർ, ഇറേഷൻ നമ്പർ എന്നൊക്കെ പറയുന്നത് എന്താണ്, റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളാണ്. ഇനി യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് യു എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അതിന്റെ സബ്സെറ്റുകളൊക്കെ എന്ന് പറയും. അപ്പൊ സബ്സെറ്റുകൾ എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ നോർമലി സെറ്റുകൾ നമ്മൾ എന്തായിരിക്കും, ക്യാപിറ്റൽ ലെറ്റേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. യെസ്, അപ്പൊ ഇതാണ് യൂണിവേഴ്സൽ സെറ്റുമായി ബന്ധപ്പെട്ട അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്കാണ് വെൻ ഡയഗ്രംസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വെൻ ഡയഗ്രംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെറ്റ് can be represented by means of diagrams. സെറ്റുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പുകളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഡയഗ്രംസുകൾ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരം ഡയഗ്രംസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക, വെൻ ഡയഗ്രംസ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ? യെസ്, വെൻ ഡയഗ്രംസിൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ റെക്ടാങ്കിൾ ആയിട്ടും യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ, അതിന് നമ്മൾ സർക്കിൾസുകളായിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് അതാണ് പറയുന്നത്, ദ യൂണിവേഴ്സൽ സെറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ റെക്ടാങ്കിൾ ആൻഡ് ഇറ്റ് സബ്സെറ്റ്സ് ബൈ സർക്കിൾ. സബ്സെറ്റുകളിൽ നമ്മൾ സർക്കിൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ വെൻ ഡയഗ്രാമത്തിന് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 1, 2, 3 അപ് ടു 10 വരെ അല്ലെ, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സുകളാണ് യൂണിവേഴ്സൽ സെറ്റിലുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റാണ് 2, 4, 6, 8, 10. ബി എന്ന് പറയുന്ന സെറ്റാണ് 4, 6. ഇതിന് നമുക്ക് എങ്ങനെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. യെസ്, നമുക്കറിയാലോ, നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബി എന്ന് പറയുന്നത് സെറ്റിലുള്ള എലമെന്റ് ആണ് 4ഉം 6ഉം. ആ 4ഉം 6ഉം എവിടെയുണ്ട്, എ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. ശരിയല്ലേ? എയിൽ എക്സ്ട്രാ എലമെന്റ്സ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോ ബി എന്ന് പറയുന്ന സെറ്റ് എയുടെ സബ്സെറ്റ് അല്ലേ? ദാറ്റ് ഈസ്, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടിയും പറയട്ടെ, ഈ എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് അല്ലേ? എ എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. കാരണം എയിലുള്ള 2, 4, 6, 8, 10 എലമെന്റ്സ് എവിടെയുണ്ട്, യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കി നോക്കാം. ഫെയർ സൊല്യൂഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ പറഞ്ഞുവല്ലോ, എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, റെക്ടാങ്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. യൂണിവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ അല്ലേ യു എന്ന് പറയുന്നത് അല്ലെ? യെസ്, അതിന്റെ സബ്സെറ്റുകളെ ഏത് ഉപയോഗിച്ചുകൊണ്ടാണ്, സർക്കിൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെ? യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ സബ്സെറ്റ് നമുക്ക് വരയ്ക്കാം. ആദ്യം ഏറ്റവും ചെറുത് ഏതാ, ബി.
ബി എവിടെയുള്ളതാണ്? എയുടെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അല്ലേ? ബി ഇസ് ദ സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പൊ ഏറ്റവും ചെറുത് ബി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. സെറ്റ് ബിനെയാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. ബി എന്ന് പറയുന്ന സെറ്റിൽ ഏതൊക്കെ എലമെന്റുകളാണ് അവിടെ ഉള്ളത്? പറയൂ. 4ഉം 6ഉം. അപ്പൊ 4ഉം 6ഉം. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് അല്ലേ? അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് അതിന് ചുറ്റുമായിട്ടാണ് വരയ്ക്കേണ്ടത്. എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ്? പറയൂ. 2, 4, 6, 8, 10. ഓൾറെഡി 4ഉം 6ഉം നമ്മൾ ബി എന്ന് പറയുന്ന സെറ്റിൽ വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ബാക്കി നമുക്ക് എന്തുണ്ടായിരിക്കും? 2 ഉണ്ടായിരിക്കും, 8 ഉണ്ടായിരിക്കും, 10 ഉണ്ടായിരിക്കും അല്ലേ? ഓരോ എലമെന്റ്സുകളായിട്ട് ഉണ്ടായിരിക്കും. ജസ്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ അർത്ഥം എയും ബിയും യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകളാണ്. ശരിയല്ലേ? ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2, 4, 6, 8, 10 ഓൾറെഡി ഇൻക്ലൂഡ് ആയില്ലേ? ബാക്കി യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കുക? 1, 3, 5, 7, 9 അല്ലെ? 1, 3, 5, 7, 9. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? യൂണിവേഴ്സൽ സെറ്റിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ആ നമ്പേഴ്സുകളെ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് വെൻ ഡയഗ്രംസ് എന്ന് അറിയപ്പെടുന്നുണ്ടായിരിക്കുക. സോ ഇനി നമ്മൾ ഡീറ്റെയിൽ ഇത് പഠിക്കാൻ പോവാണ് കേട്ടോ. സെറ്റുകൾക്കുള്ള ഓപ്പറേഷൻസുകളൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ വെൻ ഡയഗ്രംസുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ റിലേഷൻഷിപ്പുകളൊക്കെ ഭംഗിയായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ വെൻ ഡയഗ്രംസ് ഇത്രയേ ഉള്ളൂ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രംസുകളാണ് വെൻ ഡയഗ്രംസുകൾ. യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ ആയിട്ടും സർക്കിളുകൾ അതിന്റെ സബ്സെറ്റുകളെ നമ്മൾ എന്തായിരിക്കും? സർക്കിളുകളായിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ? യെസ്. ഇനി അടുത്തതാണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. സെറ്റുകൾക്കിടയിലുള്ള ഓപ്പറേഷൻസുകളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഓപ്പറേഷന്റെ പേരാണ് യൂണിയൻ ഓഫ് സെറ്റ്. ഒന്നാമത്തെ ഓപ്പറേഷന്റെ പേരെന്താണ്? യൂണിയൻ ഓഫ് സെറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2 സെറ്റുകൾ നമുക്ക് തരും. ആ 2 സെറ്റുകൾക്കിടയിലുള്ള യൂണിയൻ കാണാൻ പറഞ്ഞാൽ 2 സെറ്റിലെയും എലമെന്റ്സുകളെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എഴുതുക. റിപ്പീറ്റേഷനുള്ള എലമെന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു തവണ എഴുതിയാൽ മതി. യെസ്. അപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. സെറ്റ് എയിലുള്ള എലമെന്റുകളാണ് 1ഉം 2ഉം 3ഉം എന്ന് വിചാരിക്കുക. ഓക്കെ. ബിയിലുള്ള എലമെന്റുകളാണ് 2, 3, 4, 5. എ എന്ന് പറയുന്ന സെറ്റിനും ബി എന്ന് പറയുന്ന സെറ്റിനും ഇടയിലുള്ള യൂണിയനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് ആസ് ലൈക്ക് യു പോലെ തന്നെ. ഇനി വായിക്കുന്നത് എന്താണ്? എ യൂണിയൻ ബി എന്നാണ് വായിക്കുക. എന്താ വായിക്കുക? എ യൂണിയൻ ബി. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു കമ്പൈൻ ബോത്ത് സെറ്റ് എ ആൻഡ് ബി. ഓക്കെ. അപ്പോൾ 1, 2, 3, 4, 5 5 എലമെന്റ്സുകൾ ഒരുമിച്ച് വരുന്നുണ്ടായിരിക്കും. ഈ 2ഉം 3ഉം റിപ്പീറ്റഡ് അല്ലേ? റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്താ മതി? ഒരു തവണ എഴുതിയാൽ മതി. സോ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു വി ഹാവ് ടു കമ്പൈൻ ബോത്ത് ദ ഗിവൺ സെറ്റ് 1, 2, 3, 4, 5. റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ മതി? ഒരു തവണ. വി ഹാവ് ടു റൈറ്റ് ഓൺലി വൺസ്. ഒരു തവണ എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണല്ലോ എ യൂണിയൻ ബിയിൽ നിന്ന് വരുന്ന ഓരോ എലമെന്റുകളും ഇറ്റ് വിൽ ബി ഐദർ ഫ്രം സെറ്റ് എ ഓർ സെറ്റ് ബി. സെറ്റിൽ എയിൽ നിന്നാകാം അല്ലെങ്കിൽ സെറ്റ് ബിയിൽ നിന്നാകാം. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോം ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വായിച്ചു നോക്കൂ. എ യൂണിയൻ ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ. എക്സ് എന്ന് പറയുന്ന എലമെന്റ് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നാവാം, ഓർ അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ എ യൂണിയൻ ബിയിൽ വരുന്ന ഒരു എലമെന്റ് ഇറ്റ് വിൽ ബി ഐദർ ഫ്രം സെറ്റ് എ ഓർ സെറ്റ് ബി. ഇതാണ് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ട്ടോ. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് വെൻ ഡയഗ്രത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് എയും സെറ്റ് ബിയും ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരയ്ക്കുക. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ് അല്ലേ? ഇത് സെറ്റ് എ സെറ്റ് ബി ആണ് കൊടുത്തിരിക്കുന്നത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഒരുമിച്ച് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഷെയ്ഡ് ചെയ്യാം. ഈ ഷെയ്ഡഡ് പോർഷനാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? എ യൂണിയൻ ബിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഫെയർ ആയിട്ടുള്ള ഫിഗർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സി വൈറ്റ് പോർഷൻ കാണുന്നുണ്ടല്ലോ ഷെയ്ഡ് ചെയ്ത്, ഇതാണ് എന്ത്? എ യൂണിയൻ ബിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദ യൂണിയൻ ഓഫ് സെറ്റ് എ ആൻഡ് ബി ഇസ് ദ സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് all those elements which are either in A or in B, including those which are in both. In simples, we write A union B is equal to X such that X belongs to A or X belongs to B. Clear ആണല്ലോ? എക്സാമ്പിളും ക്ലിയർ ആണല്ലോ അല്ലേ നിങ്ങൾക്ക്? യെസ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് മൂവ് ചെയ്യാം. ഞാൻ ബോർഡ് ക്ലിയർ ചെയ്യാണ്. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യൂണിയൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകളാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടിയുടെ പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. എ യൂണിയൻ ബി ഈക്വൽസ് ടു ബി യൂണിയൻ എ. വളരെ വ്യക്തമാണ് അല്ലെ? ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ്, യെസ്, എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ് ആണ് -1 0 1 എന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റുകളാണ് 0 1 2 എന്ന് വിചാരിക്കുക. സി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റുകളാണ് 1 2 3 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയും ബി യൂണിയനെയും ഈക്വൽ ആണെന്നാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത്. ശരിയല്ലേ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഒരുമിച്ച് ചേരുമ്പോഴല്ലേ എ യൂണിയൻ ബി കിട്ടുക. 0 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ഓൺലി വൺസ് അല്ലേ? അപ്പൊ എ യൂണിയൻ ബി ചെയ്താലും തിരിച്ചു ബി യൂണിയൻ എ ചെയ്താലും കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ അല്ലേ? ഇവിടെ നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എ യൂണിയൻ ബി ചെയ്ത് എന്താ കിട്ടുക പറയും? എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? -1 0 1 2. ഇനി ബി യൂണിയൻ എന്ന് പറഞ്ഞാൽ ബിയും എയും നമ്മൾ ഒരുമിച്ച് എഴുതുക അല്ലേ? അപ്പൊ എന്താ ഉണ്ടായിരിക്കുക? 0 1 2 -1. ക്ലിയർ? റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തവണ എഴുതണ്ടു. എ യൂണിയൻ ബി ബി യൂണിയനും എന്തായിരിക്കും? ആൾവേസ് ഈക്വൽ ആയിരിക്കും. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അതേപോലെ അസോസിയേറ്റീവ് ലോ പറയുന്നത് എയും ബിയും സിയും എന്ന് പറയുന്ന 3 സെറ്റുകളുണ്ട്. എ യൂണിയൻ ബി കണ്ടുപിടിച്ച് ആ കിട്ടുന്ന ആൻസർ സി എന്ന് പറയുന്ന സെറ്റായിട്ട് യൂണിയൻ കണ്ടാലും ബി യൂണിയൻ സി കണ്ട് എ ആയിട്ട് യൂണിയൻ ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ആൾവേസ് സിമിലർ തന്നെയായിരിക്കും അല്ലെ? അതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. അടുത്തത് എ യൂണിയൻ ഫൈ. എ യൂണിയൻ ഫൈ. എ യൂണിയൻ ഫൈ എന്താണെന്നാ പറയുന്നത്? എ ആണെന്നാ പറയുന്നത്. ഫൈ എന്ന് പറയുന്ന എം ടി സെറ്റ് അല്ലേ? എം ടി സെറ്റ് എലമെന്റ്സുകൾ ഉണ്ടോ? ഇല്ല. എ എന്ന് പറയുന്ന സെറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് വിചാരിക്കുക, സംതിങ് എലമെന്റ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ഫൈ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനല്ലേ കിട്ടുക അല്ലേ? യെസ്. ഇനി എ യൂണിയൻ എ. എ എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്ന സെറ്റായിട്ടാണ് യൂണിയൻ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ യൂണിയൻ ഓപ്പറേഷൻ പ്രകാരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ്സ് ഒരു തവണയല്ലേ എഴുതുള്ളൂ. അപ്പൊ എ യൂണിയൻ എ തന്നെയായിരിക്കും, എ എന്ന് പറയുന്ന സെറ്റ് തന്നെയായിരിക്കും. അപ്പൊ ഇതാണ് ലോ ഓഫ് ഐഡന്റിറ്റി, അതേപോലെ തന്നെ ഐഡം പൊട്ടന്റ് ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 2 ലോസുകൾ. അടുത്തത് യൂണിവേഴ്സൽ സെറ്റും എ എന്ന് പറയുന്ന സെറ്റും നമ്മൾ പഠിച്ചു. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ ഓഫ് ദി ഗിവൺ സെറ്റ്. അതിന്റെ സബ്സെറ്റുകളാണ് എ ബി സി എന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരിക്കുക. ശരിയല്ലേ? അപ്പോൾ ഒരു യൂണിവേഴ്സൽ സെറ്റും അതിന്റെ സബ്സെറ്റും തമ്മിൽ യൂണിയൻ ചെയ്താൽ എന്താണ് കിട്ടുക? യൂണിവേഴ്സൽ സെറ്റ് തന്നെയായിരിക്കും കിട്ടുക. കാരണം യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? സൂപ്പർ സെറ്റ് ആണ് തന്നിരിക്കുന്ന സെറ്റുകളുടെ ഒക്കെ അല്ലെ? അപ്പൊ എയും യൂണിവേഴ്സൽ തമ്മിൽ യൂണിയൻ ചെയ്താൽ എന്താണ് കിട്ടുക? യൂണിവേഴ്സൽ സെറ്റ്. അതാണ് ലോ ഓഫ് യു എന്ന് പറഞ്ഞിട്ട് അവിടെ, ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. അപ്പോൾ ഓപ്പറേഷൻ ഓഫ് സെറ്റ് നമ്മൾ യൂണിയൻ ഓഫ് സെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഓപ്പറേഷന്റെ പേരാണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. വേറെ ഒന്നുമില്ല, നമ്മൾ യൂണിയൻ കണ്ടുപിടിക്കുമ്പോൾ 2 സെറ്റുകൾ ഒരുമിച്ച് എഴുതി റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ്സുകൾ നമ്മൾ ഒരു തവണ എഴുതും അല്ലെ? ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റുകളാണ് 2 3 4. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും ഇടയിലുള്ള ഇന്റർസെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എലമെന്റ്സ് കോമൺ ടു ബോത്ത് സെറ്റ് എ ആൻഡ് സെറ്റ് ബി. സെറ്റ് എയിലും സെറ്റ് ബിയിലും കോമൺ ആയി വരുന്ന എലമെന്റുകളാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് 2 3 എന്ന് പറയുന്ന 2 എലമെന്റുകളല്ലേ? അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? 2, 3. ക്ലിയർ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും എ ഇന്റർസെക്ഷൻ ബിയിൽ വരുന്ന ഒരു എലമെന്റ് അത് എവിടെ ഉണ്ടായിരിക്കും? എയിലും ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ഓൾസോ ഇൻ സെറ്റ് ബി. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എഴുതുന്ന രീതി നോക്കിയോ. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയിട്ടുണ്ടല്ലോ. എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ആ എലമെന്റ് എയിലും ബിയിലും
പ്രസന്റ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ വെൻ ഡയഗ്രാംസ് ഒന്ന് നോക്കി നോക്കൂ. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ പോർഷൻ ആണ് അല്ലെ എന്തുണ്ടായിരിക്കുക, എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അതാണ് എന്ത്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷന്റെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ജോയിന്റ് സെറ്റുകൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തരും, ബി എന്ന് പറയുന്ന സെറ്റ് തരും. നമുക്ക് അവയ്ക്കുള്ള ഇന്റർസെക്ഷൻ കാണുമ്പോൾ എലമെന്റ്സുകൾ ഒന്നുമില്ലാതെ വരിക, അതായത് എം ടി സെറ്റ് ആയിട്ട് മാറുക, എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ ആ സെറ്റുകളെ വിളിക്കുന്ന പേരെന്തായിരിക്കും, ഡിസ്ജോയിന്റ് സെറ്റുകൾ എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഡെഫിനിഷൻ നമുക്ക് നോക്കി നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽസ് ടു 5, അങ്ങനെയാണെങ്കിൽ ദ ബോത്ത് സെറ്റ്സ് എ ആൻഡ് ബി അവരെ വിളിക്കുന്ന പേരെന്താണ്, ഡിസ്ജോയിന്റ് സെറ്റുകൾ എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഇവിടെ നോക്കൂ, എ എന്ന് പറയുന്ന സെറ്റിൽ 2 4 6 8, ബിയിൽ 1 3 5 7. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ there is no elements common to both set A and B, right? So A ഇന്റർസെക്ഷൻ ബി എന്താണ്, 5 ആണ്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന് ബി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എന്ത് വിളിക്കാം, ഡിസ്ജോയിന്റ് സെറ്റ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ അതിന്റെ വെൻ ഡയഗ്രാം എന്തായിരിക്കും നോക്കി നോക്കൂ. യൂണിവേഴ്സൽ സെറ്റ്, സെറ്റ് എയും സെറ്റ് ബി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുക അല്ലെ. there is no intersection between that two set. Clear? Yes. അതാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ. അതേപോലെ തന്നെ അതിൽ വരുന്ന ഡിസ്ജോയിന്റ് എന്ന് പറയുന്ന ടോപ്പിക്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് യൂണിയൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഇന്റർസെക്ഷൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസുകളാണ്. എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദെൻ എക്കും ബിക്കും ഇടയിലുള്ള ഇന്റർസെക്ഷൻ കണ്ട് സി ആയിട്ട് ഇന്റർസെക്ഷൻ ചെയ്താലും ബിക്കും സിക്കും ഇടയിലുള്ള ഇന്റർസെക്ഷൻ കണ്ട് എ ആയിട്ട് ഇന്റർസെക്ഷൻ ചെയ്താലും കിട്ടുന്ന ആൻസറുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് അസോസിയേറ്റീവ് ലോ, സിമിലർ ടു യൂണിയൻ ഓപ്പറേഷൻ. ഇനി എം ടി സെറ്റും ഒരു സെറ്റും തമ്മിൽ ഇന്റർസെക്ഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. എം ടി സെറ്റിൽ എലമെന്റ്സ് ഉണ്ടോ, ഇല്ല. അപ്പൊ തന്നിരിക്കുന്ന സെറ്റ് ആയിട്ട് ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വല്ല എലമെന്റ്സുകൾ വരുമോ, ഇല്ല. അപ്പൊ അതെന്തായിരിക്കും, 5 ആയിരിക്കും. ഇനി യൂണിവേഴ്സൽ സെറ്റും ഒരു സെറ്റും തമ്മിൽ നമ്മൾ ഇന്റർസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റ് തന്നിരിക്കുന്ന സെറ്റുകളുടെ അല്ലെ. അപ്പൊ അതിലൊരു സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റും എയും തമ്മിൽ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക, എന്താ കിട്ടുക, എ എന്ന് പറയുന്ന സബ്സെറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി എ ഇന്റർസെക്ഷനെ തന്നിരിക്കുന്ന സെറ്റായിട്ട് തന്നെ ഇന്റർസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഏതന്നെ വരുന്നുണ്ടായിരിക്കുക, ആ സെറ്റ് എയിലുള്ള എലമെന്റുകൾ തന്നെയല്ലേ വരിക. അപ്പൊ എ ഇന്റർസെക്ഷൻ എന്താണ്, എ ആണ്. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതൊക്കെയാ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ലോ ഓഫ് 5 ആൻഡ് ലോ ഓഫ് യു, യൂണിവേഴ്സൽ സെറ്റ്, നെക്സ്റ്റ് ഈസ് ഐഡംപൊട്ടന്റ് ലോ. ക്ലിയർ? യെസ്. ഇത് നമ്മൾ പഠിക്കുക. ലോസസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, ഈ പ്രോപ്പർട്ടീസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂണിയൻ ഓപ്പറേഷൻ ആയാലും ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ ആയാലും പഠിക്കാൻ പോകുന്ന കോംപ്ലിമെന്റിന്റെ ഓപ്സെറ്റ് എന്നൊരു ടോപ്പിക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലെ പ്രോപ്പർട്ടീസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ഒട്ടനവധിയായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് ഈ പ്രോപ്പർട്ടീസുകളാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കണം. യെസ്. അപ്പോൾ നമ്മൾ ഇന്റർസെക്ഷനുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസുകളും ഡിസ്കസ് ചെയ്തു. അതിൽ ലാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ? യെസ്, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽസ് ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, എൻ്റെ എക്സ്പാൻഷൻ എങ്ങനെ വരുന്നത്, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ക്ലിയർ? യെസ്. അത് നമുക്കൊന്ന് വെൻ ഡയഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്താലോ? യെസ്. അപ്പൊ LHS പറഞ്ഞിരിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി അല്ലേ. അപ്പൊ എ ബി സി എന്ന് പറയുന്ന 3 സെറ്റുകളുണ്ട്. അത് ഇന്റർ കണക്റ്റഡ് ആയി വരുന്ന രീതിയിൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനുള്ളിൽ നമ്മൾ വരച്ചു. ഓക്കെ, കോർത്തിണക്കിക്കൊണ്ട് വരയ്ക്കുന്ന രീതിയിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വരച്ചു. ദെൻ നമ്മൾ ആദ്യം ബ്രാക്കറ്റിനുള്ളതാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ബി യൂണിയൻ സി, ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ബി ആൻഡ് സി നമ്മൾ കമ്പൈൻഡ് ആയിട്ട് വരയ്ക്കുന്നതല്ലേ അല്ലെ. അപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് അവിടെ ഇല്ല എന്ന് വിചാരിച്ചോളൂ മൈൻഡിൽ. അങ്ങനെയാണെങ്കിൽ ബിയും സിയും തമ്മിൽ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക, യൂണിയൻ. അതാണ് ബി യൂണിയൻ സി എന്ന് പറയുന്നത്. ദെൻ LHS എന്താ കണ്ടുപിടിക്കണ്ടേ, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി അല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ബി യൂണിയൻ സി എന്ന് പറയുന്നത്. ഇതാണ് സെറ്റ് എ എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് എക്കും ബി യൂണിയൻ സിക്കും കോമൺ ആയിട്ട് വരുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഈ പോർഷനിലേ വരുന്നുണ്ടായിരിക്കുക അല്ലെ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ?
യെസ്, ഇവിടെ നോക്കിക്കോളൂ. എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, സി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റിന്റെ ഇല്ല നമ്മൾ വിചാരിക്കാൻ മൈൻഡില്. അപ്പൊ ബി യൂണിയൻ സി അല്ലേ ഈ വൈറ്റ് ഷെയ്ഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ബി യൂണിയൻ സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. കറക്റ്റ് അല്ലേ പറയണത്? അല്ലെ, വൈറ്റ് ഷെയ്ഡ് ഒക്കെ ബി യൂണിയൻ സി ആണ്. നമുക്ക് വേണ്ടത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എക്കും ബി യൂണിയൻ സിക്കും കോമൺ ആയിട്ട് വരുന്ന ഭാഗം അത് ഏത് ഭാഗം വരുന്നുണ്ടായിരിക്കുക? ഇതാ ഈ ഒരു പോർഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക അല്ലെ. മറ്റൊരു കളറിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ വരുന്നുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഈ ഒരു പോർഷൻ വരുന്നുണ്ടായിരിക്കും. ഇതാണ് എക്കും ബി യൂണിയൻ സിക്കും കോമൺ ആയിട്ട് വരുന്ന ഭാഗം. അതാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ട് ഫെയർ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ ഈ ഫിഗർ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RHSല് എ ഇന്റർസെക്ഷൻ ബി ഉണ്ട് അല്ലെ. അപ്പൊ എയും ബിയും സിയില് സി ഇല്ല എന്ന് വിചാരിച്ചോളൂ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന ഭാഗം അല്ലെ. ഈ ഒരു ഭാഗമാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു വരുന്നുണ്ടായിരിക്കുക. ദെൻ ഇവിടെ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്? എ ഇന്റർസെക്ഷൻ സി അല്ലെ. അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റ് ഇല്ല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് എന്താ എക്കും സിക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗം. ഷെയ്ഡ് ചെയ്യാൻ എളുപ്പത്തിലാണ് പറയുന്നത് കേട്ടോ. മറ്റൊരു സെറ്റ് ആബ്സെന്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ സി. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ യൂണിയന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് സെറ്റുകൾ ഒരുമിച്ച് ചേർന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വിഷ്വലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ LHSലുള്ള അതേ ഫിഗർ തന്നെയല്ലേ കിട്ടുക അല്ലെ. ഈ രണ്ട് ഷെയ്ഡഡ് പോർഷൻസ് ഒരുമിച്ച് ചേരുന്നതല്ലേ ഈ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയണത് അല്ലേ. യെസ്. അപ്പൊ ഇതെന്താണ്? എ ഇന്റർസെക്ഷൻ ബിയും എ ഇന്റർസെക്ഷൻ സിയുടെയും യൂണിയൻ ആണ്. സോ RHSഉം LHSഉം എന്താണ്? സിമിലർ ആയിട്ടുള്ള ഫിഗേഴ്സുകളാണ്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെൻ ഡയഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു. സോ ഡിസ്ട്രിബ്യൂട്ടീവിൽ എത്രയേ ഉള്ളൂ? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇത്രയും കാര്യങ്ങളാണ് ഇന്റർസെക്ഷനും യൂണിയൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റുകൾ. എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്, എന്താണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്, അതിൻ്റെ വെൻ ഡയഗ്രാംസുകൾ, അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിലുള്ള ജനറൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസുകൾ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്